നമസ്കാരം, വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഗ്രീൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു കളറും ഫുഡ് കളർ ഒന്നും ചേർക്കാതെ എങ്ങനെ നമുക്കൊരു ഗ്രീൻ കളർ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പലക് ചീരല്ലേ, നമ്മൾ സ്പിനാച്ച്, അതാട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഈ കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പാലക്കിൻ്റെ യാതൊരുവിധ ചൊയ ഇതിന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാ തുടങ്ങാൻ നോക്കാം. അപ്പം ഞാനിതാ നമ്മുടെ പാലക്ക് കേക്ക്, ഗ്രീൻ കേക്കിന് വേണ്ടിയിട്ട് 2 പിടി പാലക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി സ്റ്റീം ബ്ലാൻ ചെയ്തെടുക്കാം വെള്ളത്തിൽ. അതിന് വേണ്ടി ഇതാ കുറച്ച് വെള്ളം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിലിതിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ച് പേസ്റ്റാക്കി എടുക്കണം. നമ്മുടെ ഇല കണ്ടോ, എല്ലാം നല്ല കുഴഞ്ഞ് വെള്ളത്തിലായിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഒരു കളറൊക്കെ മാറി കുഴഞ്ഞോണായില്ലേ. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടാവും. എടുത്തിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് തണുത്തിട്ട് വെള്ളം കൂട്ടാതെ മിക്സിയിൽ അരച്ച് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അതിന് ഞാൻ 1 കപ്പ് കേക്ക് ഫ്ലോർ ആട്ടോ എടുത്ത്. 1 കപ്പ് കേക്ക് ഫ്ലോർ എന്ന് പറഞ്ഞാൽ 1 കപ്പ് മൈദയും, 1 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റുക. അതിലേക്ക് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കുക. കേക്ക് ഫ്ലോർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി നല്ല ടേസ്റ്റും ടെക്സ്ചറൊക്കെ നല്ലതായിരിക്കും കേട്ടോ കേക്കിൻ്റെ. അല്ലേ മൈദ മാത്രം ഉപയോഗിക്കുക, ഇതാവുമ്പോൾ ഒന്നുകൂടി നന്നാവും. ഇതേപോലെ ഒരു 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. നമുക്ക് എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. പാത്രം ഒന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഓയിൽ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ തൂവിയെടുക്കാം. നമുക്ക് മൈദ ഇട്ടിട്ട് അധികം മൈദ ഇടരുത് കേട്ടോ, ഒന്ന് തട്ടി കൊടുക്കാം. ഒന്ന് തട്ടി. ഇനി നമുക്ക് ഞാൻ ഓവനിലല്ല കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സോസ് പാനിൽ വെച്ചിട്ടാണ്. അതിനു വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് മൂടി വെച്ച് ഇതൊന്ന് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ആ സമയം കൊണ്ട് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട കേട്ടോ എടുത്തത്, റൂം ടെമ്പറേച്ചറിലെ 3 മുട്ട. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ട് ഒന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തതാട്ടോ. എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. ഇത് കുറേശ്ശെ ഇട്ടിട്ട് ഹൈ സ്പീഡിലിട്ട് നമുക്കൊന്നുകൂടി അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓയിൽ ഇതിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, മൈദൻ്റെ കൂട്ട്, അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് യോജിച്ച് കിട്ടൂല. ഫ്ലോറില്ലേ, പൊടി എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലക്ക് അരച്ച് വെച്ചാട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, അത് തണുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായി കിട്ടും. ഒന്നും ചെയ്യേണ്ട, ഇല മാത്രം എടുത്തിട്ട് അരച്ചെടുത്തതാണ്. ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, കേക്കിന് ഇതിൻ്റെ യാതൊരുവിധ ചൊയയോ ഒന്നും ഉണ്ടാവില്ല. ഈ കളറ് മാത്രമേ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ആഡ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവും ഇതിൽ പാലക്ക് ചേർത്തുണ്ട്, അല്ലാതെ ഇതിൻ്റെ ഒരു ചൊയയും കേക്കിൽ ഉണ്ടാവില്ല കേട്ടോ. ഇത് നന്നായി ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ, മാറിപ്പോവല്ലേ, 2 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തത്.
ഓക്കെ, ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിലൊഴിച്ച് ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നമ്മൾക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിലുള്ള എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല എയർ ട്രബിൾസൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതാ പാത്രം ഇവിടെ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇത് വെച്ച് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഫുൾ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇടുക, നല്ല ചൂടിൽ. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ തീ. എന്നിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളിത് തുറന്ന് നോക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിൻ്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. തീ കുറച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റായി. അപ്പോൾ അരമണിക്കൂറായി. നമ്മളൊന്ന് നോക്കുക കേക്ക് വെന്തോ ഇല്ലേ എങ്ങനെയാണെന്ന്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. എന്തുണ്ട് കണ്ടാൽ തന്നെ അറിയാം. ഇതാ ഒന്നുമില്ല, നല്ല ക്ലീൻ സ്റ്റിക്കാണ് വന്നത്. ഇത് കണ്ടോ, നമ്മുടെ കേക്ക് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂട് തന്നെ നമുക്ക് ഒരു വയറാക്കിലേക്ക് മാറ്റാം കേട്ടോ. ആ സമയത്ത് നമുക്കൊരു ഈ കേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ ഒരു സോക്കിംഗ് മിക്സ്ചർ തയ്യാറാക്കാം. ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല പെർഫെക്റ്റ് ഉണ്ടോ. നമ്മൾ ആ കറക്റ്റ് പോർഷനിൽ കറക്റ്റായിട്ട് സീവൊക്കെ ചെയ്തെടുത്താൽ കുഴിഞ്ഞും പോയില്ല പൊന്തിയും പോയില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. ഞാൻ ഇതിലേക്ക് തന്നെ ഇടാൻ പോവാണേ. ഇനി നമുക്ക് ചെറിയ ചൂടുള്ള കേക്കാണ്. ഞാനിവിടെ ഈ കേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ക്രീം ലെയർ ചെയ്തൊന്നുമല്ല കഴിക്കുന്നത്. ജസ്റ്റ് 1 കപ്പ് മിൽക്ക്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്, ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേശ്ശെയായിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം എന്ത് ചെയ്യും, ഈ കേക്ക് ഈ മിക്സറിനെ എങ്ങനെ വലിച്ചെടുക്കും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്കിൽ ഒഴിച്ചു കൊടുക്കും. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കേക്കിന്. ഇത് എന്നിട്ട് കുറേ കണ്ടോ, ഈ കേക്ക് വലിച്ചെടുത്ത് നമ്മൾ ആദ്യം ഒഴിച്ച് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ടൊരു 5-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വിപ്പിംഗ് ക്രീം എങ്ങനെ വിപ്പ് ചെയ്തിട്ട് വേണേ യൂസ് ചെയ്താലേ ഇങ്ങനെ തന്നെ കഴിച്ചു. കേക്ക് കംപ്ലീറ്റ് അത് അബ്സോർവ് ചെയ്യുകയും ചെയ്തു. ഇത്തിരി ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഇനി തണുപ്പിച്ചെടുക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ. അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.